നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സിപിഎമ്മിനെ വെട്ടിലാക്കിയ മനു തോമസിന്റെ വെളിപ്പെടുത്തലിൽ നിയമസഭയിൽ ചർച്ചയില്ല. പി ജയരാജനെതിരായ ആരോപണങ്ങൾ സഭയിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് സ്പീക്കർ. വെളിപ്പെടുത്തൽ സിപിഎമ്മിന്റെ കൊട്ടേഷൻ ബന്ധത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നുവെന്ന് വി.ഡി. സതീശൻ. സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നാട്ടിലെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് രാഷ്ട്രീയ നേതൃത്വം കൊട പിടിച്ചു കൊടുക്കുന്ന, പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അപകീർത്തിപ്പെടുത്തിയെന്ന് കാട്ടി മനു തോമസിന് ജെയിൻ രാജിന്റെ വക്കീൽ നോട്ടീസ്. വടകരയിലെ കാഫിർ പ്രയോഗം നിയമസഭയിൽ ചർച്ചയാക്കി പ്രതിപക്ഷം. പോസ്റ്റ് ഷെയർ ചെയ്ത കെ ലതികയ്ക്കെതിരെ കേസെടുക്കാത്തതെന്തെന്ന ചോദ്യം. അത് പ്രചരിപ്പിച്ച മുൻ ഭരണകക്ഷിയുടെ മുൻ MLA, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഒരാൾക്കെതിരായും ഒരു കേസും എടുക്കാതെ ബാക്കി സംസ്ഥാനത്ത് പല സൈബർ കേസുകൾ ഇഷ്ടംപോലെ സൈബർ പോലീസ് സ്റ്റേഷനുകൾ നടത്തിയ കേസുകളുടെ മറുപടി പറയുന്നത് എന്ത് ശരിയാണ് സാർ? കെ ലതികയെ ന്യായീകരിച്ച് സർക്കാർ. ലതിക MLA എന്താണ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന കാര്യം ഞാൻ ഇവിടെ വായിച്ചതാണ്. അവര് വർഗീയ പ്രചരണത്തിനെതിരായിട്ടാണ് കുറിപ്പിട്ടിട്ടുള്ളത്. സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ശിക്ഷായിളവിനുള്ള സർക്കാർ നീക്കം പാളിയതോടെ സുപ്രീം കോടതിയെ സമീപിച്ച് TP കേസ് പ്രതികൾ. ഇരട്ട ജീവപര്യന്തം റദ്ദാക്കണമെന്ന 6 പ്രതികൾ. ജീവപര്യന്തത്തിനെതിരെ ജ്യോതി ബാബുവും കെ കൃഷ്ണനും. കനത്ത മഴയിൽ ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്ന ഒരു മരണം. ടെർമിനൽ 1 മേൽക്കൂര വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണത് പുലർച്ചെ. നിരവധി വാഹനങ്ങൾ തകർന്നു. നീറ്റ് ക്രമക്കേട് ലോക്സഭയിൽ ഉന്നയിക്കാനുള്ള പ്രതിപക്ഷ നീക്കം അനുവദിക്കാതെ സ്പീക്കർ. കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്ന സന്ദേശം നൽകണമെന്ന് രാഹുൽ ഗാന്ധി. உலகத்துல டாக்டர்ஸ், இன்ஜினியர்ஸ், லாயர்ஸ்லாம் அதிகமாகவே இருக்காங்க. இங்க நம்ம கிட்ட என்ன இல்லை அப்படின்னா, இங்க நமக்கு எது இன்னும் அதிகமா தேவைப்படுது அப்படின்னா நல்ல தலைவர்கள். തമിഴ്നാട്ടിൽ നല്ല നേതാക്കളില്ല. നന്നായി പഠിക്കുന്നവരും രാഷ്ട്രീയത്തിൽ വരണമെന്ന് വിജയ്. 10ലും +2വിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് നടൻ. കുരുന്നിനോട് അമ്മയുടെ രണ്ടാനച്ഛന്റെ ക്രൂരത. തിരുവനന്തപുരം മണ്ണന്തലയിൽ 3 വയസ്സുകാരന്റെ ദേഹത്ത് തിളച്ച ചായയൊഴിച്ച് പൊള്ളിച്ച് രണ്ടാനച്ഛൻ. കുട്ടി ഗുരുതരാവസ്ഥയിൽ. രോഗികളെ വലച്ച അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമാ ഷൂട്ടിംഗ്. കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. 7 ദിവസത്തിനകം വിശദീകരണം നൽകണം. ഷൂട്ടിംഗ് മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന് ആശുപത്രി സൂപ്രണ്ട് ന്യൂസ് 18നോട്. T20 ലോകകപ്പ് ലക്ഷ്യമിട്ട് ഇന്ത്യ നാളെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ. മത്സരം ബാർബഡോസിൽ. ഇന്ത്യ T20 ഫൈനൽ കളിക്കുന്നത് 10 വർഷത്തിന് ശേഷം. വാർത്തകളിലേക്ക് വിശദമായി. പി ജയരാജനും മകനുമെതിരെ മുൻ CPM നേതാവ് മനു തോമസിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് പരിഗണനയ്ക്കെടുക്കാതെ സ്പീക്കർ തള്ളി. വ്യക്തിപരമായ ആരോപണങ്ങളും അഭ്യൂഹങ്ങളും റൂൾ 50 അനുസരിച്ച് ചർച്ച ചെയ്യാനാകില്ലെന്നായിരുന്നു സർക്കാരിന്റെയും സ്പീക്കറുടെയും നിലപാട്. CPM-നെ പൊള്ളിച്ച മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ വെളിപ്പെടുത്തൽ സഭയ്ക്കുള്ളിലും ഉയർത്താനായിരുന്നു പ്രതിപക്ഷ ശ്രമം. സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ സംഘാംഗങ്ങളുമായി ഖാദി ബോർഡ് വൈസ് ചെയർമാനും കുടുംബത്തിനും പങ്കിടുന്ന ആരോപണം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സണ്ണി ജോസഫിന്റെ നോട്ടീസ്. തടസ്സവാദവുമായി പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് എഴുന്നേറ്റു. സർ, ഇന്നത്തെ നോട്ടീസ് ചട്ടം 52(5) പ്രകാരം നിലനിൽക്കുന്നതല്ല. അത് അവതരിപ്പിക്കാൻ അനുമതി കൊടുക്കാൻ പാടില്ല എന്നാണ് ചെയറിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം 52(5) പറയുന്നത് മന്ത്രിയുടെ വാദം അംഗീകരിച്ച് സ്പീക്കറുടെ ഇടപെടൽ. റൂൾ 50 നോട്ടീസ് അനുമതി നൽകുന്നത് സംബന്ധിച്ച് ചട്ടം 52 ക്ലോസ് 5 പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: വ്യക്തികളുടെ ഔദ്യോഗിക നിലയിലോ
പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള അവരുടെ സ്വഭാവത്തെയോ നടപടിയോ കുറിച്ച് നോട്ടീസിൽ പരാമർശിക്കാൻ പാടില്ല എന്നതാണ്. ശ്രീ സണ്ണി ജോസഫും മറ്റംഗങ്ങളും ചേർന്ന് ഇന്നിവിടെ നൽകിയിട്ടുള്ള നോട്ടീസിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ്റെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള നടപടികളെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചട്ടം 52 ക്ലോസ് 5 പ്രകാരം നോട്ടീസ് നിരസിച്ചിരിക്കുന്നു. യെസ്. സർക്കാരിന്റെയും സ്പീക്കറിന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മനു തോമസിന്റെ ജീവന് ഭീഷണിയുണ്ട്. പാർട്ടിയെ സംരക്ഷിക്കുന്ന ക്രിമിനലുകളാണ് ഇതിനു പിന്നിലെന്നും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ഇപ്പൊ ഒരു പുതിയ പ്രവണത, സർക്കാർ പ്രതിക്കൂട്ടിലാവുന്ന, പാർട്ടി പ്രതിക്കൂട്ടിലാവുന്ന ഒരു കാര്യവും സഭയിൽ ചർച്ചയ്ക്ക് വരാൻ പറ്റില്ല. മന്ത്രിമാർ പ്രതിരോധത്തിലാവുന്നത് സാർ, അത് ശരിയല്ല സാർ. ഞങ്ങൾ അതിൽ ശക്തിയായി പ്രതിഷേധിക്കുന്നു സാർ. ഇത് വളരെ പ്രധാനപ്പെട്ട കേരളത്തെ ഞെട്ടി. ഞാൻ സാർ, ഇത് സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നാട്ടിലെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് രാഷ്ട്രീയ നേതൃത്വം കൊടപിടിച്ചു കൊടുക്കുന്ന, പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സാർ. ഇതിൽ സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ മയക്കുമരുന്ന് വരെയുള്ള സംഭവങ്ങളുണ്ട്. ആ വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യാൻ അനുമതി തരാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യും. ഇറങ്ങിപ്പോക്കിനപ്പുറം കാര്യമായ പ്രതിഷേധം ഈ വിഷയത്തിൽ സഭയിൽ ഉയർത്താൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. വരും ദിവസങ്ങളിൽ ഈ വിഷയം സഭയിൽ വീണ്ടും കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം വാർത്താ ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് മനു തോമസിന് വക്കീൽ നോട്ടീസ് അയച്ച് പി ജയരാജന്റെ മകൻ. സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ കോർഡിനേറ്റർ എന്ന ആരോപണം വ്യക്തിഹത്യയാണെന്ന് ജെയിൻ രാജ് ആരോപിക്കുന്നു. പി ജയരാജനോടുള്ള വ്യക്തിവൈരാഗ്യമാണ് ആരോപണത്തിന് കാരണമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു. മനു തോമസ് കോൺഗ്രസിലേക്ക് വരുന്ന കാര്യം സംസാരിച്ചിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. നീതിയുടെയും ന്യായത്തിന്റെയും ഭാഗമായി നിൽക്കുന്ന ആളാണ് മനു തോമസ്. കോൺഗ്രസിലേക്ക് വരാൻ താൽപര്യമെങ്കിൽ സ്വാഗതം ചെയ്യുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. കോൺഗ്രസിലേക്ക് വരുന്ന കാര്യമൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ അദ്ദേഹം ഇപ്പോൾ ന്യായത്തിൻ്റെ നീതിയുടെയും ഭാഗത്താണ്. ഇപ്പോഴല്ല, അദ്ദേഹം 1 വർഷമായി അദ്ദേഹം നീതിയുടെയും ന്യായത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിൽ വരാൻ താല്പര്യപ്പെട്ടാൽ, ഇതൊരു ജനാധിപത്യ മതേതരത്വ പാർട്ടിയാണ്, ഈ പ്രസ്ഥാനത്തിലേക്ക് വരാൻ വേണ്ടി മനു തോമസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉന്നത നേതൃത്വവുമായി ആലോചിച്ച് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യും. TP വധക്കേസ് പ്രതികൾ സുപ്രീംകോടതിയിൽ. ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തം ചോദ്യം ചെയ്താണ് പ്രതികൾ സുപ്രീംകോടതിയെ സമീപിച്ചത്. കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികളായ അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, രജീഷ്, ഷാഫി, ഷിനോജ് എന്നിവരാണ് അപ്പീൽ നൽകിയത്. 12 വർഷമായി ജയിലിലാണെന്നും ജാമ്യം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതി ബാബു, കെ കൃഷ്ണൻ എന്നിവരും സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി. ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെയാണ് ഇവർ അപ്പീൽ നൽകിയത്. ഇരുവരെയും വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വടകരയിൽ പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ച CPM നേതാവും മുൻ MLAയുമായ KK ലതികയ്ക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ലെന്ന് ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷാംഗങ്ങൾ ചോദ്യമുന്നയിച്ചു. ഫേസ്ബുക്കിൽ നിന്ന് റിപ്പോർട്ട് ലഭിക്കുന്നതിനനുസരിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മറുപടി നൽകിയ മന്ത്രി MP രാജേഷ് KK ലതികയെ ന്യായീകരിച്ചു. KK ലതികയ്ക്കെതിരെ കേസെടുക്കുന്നതിൽ വ്യക്തമായ മറുപടി സർക്കാർ പറയാതിരുന്നത് സഭയിൽ പ്രതിപക്ഷ ബഹളത്തിന് ഇടയാക്കി. വടകരയിലെ കാഫിർ പരാമർശം ചോദ്യോത്തരവേളയിലാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. മാത്യു കുഴൽനാടന് പുറമെ IC ബാലകൃഷ്ണൻ, KK രമ, TJ വിനോദ് എന്നീ പ്രതിപക്ഷ അംഗങ്ങളും സമാന ചോദ്യം ഉയർത്തി. വിഷയത്തിൽ ഫേസ്ബുക്കിനോട് വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്നും അത് കിട്ടുന്ന മുറയ്ക്ക് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. കൃത്യമായിട്ടുള്ള ഉത്തരമാണ് നൽകിയിട്ടുള്ളത്. ഈ പരാതി അന്വേഷണ ഘട്ടത്തിലാണ്. അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിന് പോലീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. അല്ല, ഞാൻ പറഞ്ഞത് അഭിഭാഷകനായ ഒരു അംഗത്തിന് അറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ
തുടർന്ന് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് എന്നത്. അത് പോലീസ് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഈ മറുപടിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു, ഇതിനെ അങ്ങേയറ്റത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്ന്. യൂത്ത് ലീഗ് പ്രവർത്തകനാണ് പ്രചരിപ്പിക്കപ്പെട്ടതെന്ന വസ്തുതാ വിരുദ്ധമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയത് എപ്പോഴാണെന്നും ഇലക്ഷൻ പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ ഔദ്യോഗികമായി ഈ വസ്തുതകൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതും സർക്കാരിന്റെ ശ്രദ്ധയിലുണ്ടോ? അന്വേഷണ ഘട്ടത്തിലാണ് ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ തേടുന്നു ഇത് സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച്, എവിടെ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന്. ബഹുമാനപ്പെട്ട KK ലതിക MLA എന്താണ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന കാര്യം ഞാൻ ഇവിടെ വായിച്ചതാണ്. അവര് വർഗീയ പ്രചരണത്തിനെതിരായിട്ടാണ് കുറിപ്പിട്ടിട്ടുള്ളത്. പിൻവലിച്ചത് സാധാരണഗതിയിൽ നമ്മുടെ ആരുടെയെങ്കിലും ഒരു പോസ്റ്റിനെ ദുരുപയോഗിച്ച് നാട്ടിൽ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും പക്വമായ വിവേകപൂർണമായ നടപടി അത് പിൻവലിക്കുക എന്നതാണ്. അങ്ങനെ നമ്മൾ പലരും പിൻവലിച്ചിട്ടില്ലേ? എന്നാൽ മുൻ MLA KK ലതികയെ ഉൾപ്പെടെ ന്യായീകരിച്ചുകൊണ്ടുള്ള മന്ത്രിയുടെ മറുപടിയിൽ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് മന്ത്രി ഒഴിഞ്ഞുമാറുകയാണെന്നും മന്ത്രിയും ചില ഭരണപക്ഷ അംഗങ്ങളും ചോദ്യോത്തരവേള ദുരുപയോഗപ്പെടുത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഈ നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി ചോദ്യോത്തരവേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങളും കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ്. അങ്ങ് ഇതിനെ കൂട്ടുനിൽക്കരുത്. കാരണം ഇവിടുത്തെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ സൈബർ കേസുകളോട് വായിച്ചോ, ഞങ്ങൾക്ക് എന്താ കുഴപ്പം? പക്ഷെ സാർ, ഞാൻ അങ്ങയോട് പറയുന്നു, ഇത് ചോദ്യോത്തരവേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ, ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി മനഃപൂർവ്വം 3-4 ഭരണകക്ഷി അംഗങ്ങൾ ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ. സാർ, ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം. എന്നാൽ പ്രൊഫൈൽ വിവരം ഫേസ്ബുക്കിൽ നിന്ന് കിട്ടണമെന്ന് ആവർത്തിച്ച മന്ത്രി KK ലതികയുടെ FB പോസ്റ്റ് വർഗീയ പ്രചാരണത്തിന് എതിരായിരുന്നെന്നും സഭയെ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കനത്ത മഴയിൽ ദുരിതത്തിലായി ഡൽഹി. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1 മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണ് ഒരാൾ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഡൽഹിക്ക് പുറമെ ഉത്തർപ്രദേശിന്റെയും ഹരിയാനയുടെയും പല ഭാഗങ്ങളിലും ശക്തമായ മഴ ലഭിച്ചു. ഇന്നലെ രാത്രി മുതൽ നിലയ്ക്കാതെ പെയ്ത മഴയാണ് ഡൽഹിയെ വെള്ളത്തിൽ മുക്കിയത്. കൊണാട്ട് പ്ലേസിനോട് ചേർന്നുള്ള മിൻഡോ റോഡ്, എയിംസ് ആശുപത്രിക്ക് സമീപമുള്ള മൂൽചന്ദ് അണ്ടർപാസ്, കത്തവ്യ പത്ത് തുടങ്ങി നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇത് ഗതാഗത കുരുക്കിന് വഴിവെച്ചതോടെ ജനജീവിതം ദുസ്സഹമായി. ഡൽഹിയിലെ വിവിധ മെട്രോ സ്റ്റേഷനുകൾക്ക് സമീപവും ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും വെള്ളം കയറി. ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിന്റെ ആഭ്യന്തര ടെർമിനലിന്റെ മേൽക്കൂര ഇടിഞ്ഞു താഴെ വീണ് ഒരാൾ മരിച്ചു. ടാക്സി ഡ്രൈവറാണ് മരിച്ചത്. അപകടത്തിൽ മേൽക്കൂരയുടെ തൂണും മറിഞ്ഞു വീണു. നിരവധി വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. വിമാനത്താവളം സന്ദർശിച്ച വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങൾക്ക് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. This structure has been built in 2009 and what we have asked the DIAL, Delhi International Airport Limited also, is to do a verification inspection from their side. Compensation has also been announced, 20 lakh for the deceased.
and also for the injured 3 lakhs. വിമാനങ്ങൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് പകരം സംവിധാനം ഒരുക്കുകയോ ടിക്കറ്റ് തുക തിരികെ നൽകുകയോ ചെയ്യാൻ വിമാന കമ്പനികൾക്ക് CGCA നിർദ്ദേശം നൽകി. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഡൽഹിയിൽ കനത്ത മഴയെ തുടർന്ന് റോഡ് ഇടിഞ്ഞു താണു. രോഹിണി സെക്ടർ മെട്രോ സ്റ്റേഷന് സമീപമാണ് റോഡ് തകർന്നത്. കുഴിയിൽ വീണ കാറ് പിന്നീട് പുറത്തെടുത്തു. അതേസമയം കേരളത്തിന് ഇന്ന് ആശ്വാസമാണ്. കനത്ത മഴയ്ക്ക് ശമനമുണ്ട്. ഇന്ന് എവിടെയും ഓറഞ്ച് അലർട്ട് ഇല്ല. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടായിരുന്നു. ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചു. ജലനിരപ്പ് ഉയർന്നതോടെ പാലക്കാട് മംഗലം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ജലനിരപ്പ് 76.60 ആയതോടെയാണ് 2 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ ഉയർത്തിയത്. മാവേലിക്കര വഴുവാടിയിൽ നിർമ്മാണത്തിലുള്ള കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂര ഇളകി വീണ് 2 പേർ മരിച്ചു. മാവേലിക്കര സ്വദേശി ആനന്ദൻ, ചെട്ടികുളങ്ങര പേള സ്വദേശി സുരേഷ് എന്നിവരാണ് മരിച്ചത്. 3 മണിയോടെയായിരുന്നു അപകടം. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, ദുഃഖകരമായ വാർത്തയാണ്. 2 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? കൂടുതൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവമുണ്ടോ? രേണുക, അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. മാവേലിക്കര വഴുവാടിയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ അപകടം നടന്നത്. അതായത് ഒരു വീടിനോട് ചേർന്ന് പുതുതായി ഒരു കാർ പോർച്ച് നിർമ്മിക്കുന്നുണ്ടായിരുന്നു. ആ കാർ പോർച്ചിന്റെ വാർപ്പ് കഴിഞ്ഞതിന് ശേഷം, കഴിഞ്ഞ ദിവസമാണ് അതിന്റെ വാർപ്പ് കഴിഞ്ഞത്. അതിനുശേഷം അതിന്റെ തട്ട് പൊളിക്കാനായി കയറിയ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. മാവേലിക്കര സ്വദേശികളായ ആനന്ദൻ, സുരേഷ് എന്നിവരാണ് മരിച്ചത്. ഇവർ ഈ തട്ട് പൊളിക്കുന്നതിനിടയിൽ മേൽക്കൂര ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സും പോലീസും അടക്കം എത്തി നിരവധി സമയത്ത് ശ്രമകരമായ പ്രവർത്തനത്തിനൊടുവിലാണ് ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഇവരുടെ കൂടെ മുകളിൽ ഉണ്ടായിരുന്ന ഒരാൾ താഴത്തേക്ക് ചാടി രക്ഷപ്പെട്ടിരുന്നു. ഒരു കരാറുകാരന് കരാർ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പഴയ വീടിനോട് ചേർന്ന ഒരു എക്സ്റ്റൻഷൻ വർക്കായാണ് ഈ കാർ പോർച്ച് നിർമ്മിച്ചിരുന്നത്. ആ വീട്ടിൽ ഇപ്പോൾ ആളുകൾ താമസമില്ല എന്നുള്ളതാണ് പരിസരവാസികളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ മേൽക്കൂരയ്ക്ക് അകത്തപ്പെട്ട തൊഴിലാളികൾ അപ്പോൾ തന്നെ മരണമടയുകയായിരുന്നു. അത്ര ഭാരത്തോടു കൂടി ആ മേൽക്കൂര അവരുടെ ദേഹത്തേക്ക് നിലംപതിക്കുകയായിരുന്നു. പിന്നീട് കട്ടറുകളൊക്കെ ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയതിനു ശേഷം, അതായത് മേൽക്കൂരയുടെ പാളി മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് ഇവരെ പുറത്തേക്ക് എത്തിക്കാനായി കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരെ ജീവനോടെ പുറത്തെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നീട് പോലീസും നാട്ടുകാരും എല്ലാം ചേർന്ന് വളരെ ശ്രമകരമായി ആ കോൺക്രീറ്റ് പാളികൾ മുറിച്ച് നീക്കിയതിനു ശേഷമാണ് ഇവർ പുറത്തേക്ക് എടുത്തത്. രേണുക, ശരി. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. 3 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. 2 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നതാണ് ലഭിക്കുന്ന വിവരം. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. ചാല കിഴക്കേക്കര മീത്തൽ സുധീഷാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി വൈകി വീട്ടിലേക്ക് നടന്നു പോകും വഴി വീടിന് സമീപത്തുള്ള വെള്ളക്കെട്ടിൽ വീണ് എന്നാണ് സംശയിക്കുന്നത്. എടക്കാട് പോലീസ് എത്തി മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. ഫറോക്ക് സ്വദേശിയായ 12-കാരനാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ളത്. പൊതുകുളത്തിൽ കുളിച്ചതിന് പിന്നാലെയാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. സമീപകാലത്ത് സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്ന 3ാമത്തെ കേസാണ് ഇത്. ഛർദി, പനി തുടങ്ങിയ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 12 വയസ്സുകാരനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഫാറൂഖ് കോളേജിനടുത്തുള്ള ഇരുമുളിപ്പറമ്പ് സ്വദേശിയാണ് ചികിത്സയിൽ കഴിയുന്ന ആ കുട്ടി. രോഗലക്ഷണങ്ങളുമായി കഴിഞ്ഞ തിങ്കളാഴ്ച കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ പിന്നീട് ആരോഗ്യനില വഷളാവുകയായിരുന്നു. നിലവിൽ വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഫാറൂഖ് കോളേജിനടുത്തുള്ള അച്ചംകുളത്തിൽ കുട്ടി കുളിച്ചിരുന്നു എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇവിടെ നിന്നാവാം രോഗബാധ ഉണ്ടായതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പുള്ളത്.
ആരോഗ്യ വകുപ്പ് പ്രവർത്തകർ സ്ഥലത്തെത്തുകയും കുളത്തിലും സമീപ പ്രദേശങ്ങളിലും പരിശോധന നടത്തുകയും ചെയ്തു. ഒപ്പം കുളത്തിൽ കുളിച്ച ആളുകളുടെ പട്ടിക ഇതിനകം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായ മറ്റ് ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. നേരത്തെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച ഒരു പെൺകുട്ടിക്ക് 12 വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. കണ്ണൂർ സ്വദേശിയായ ഇവർ സ്കൂളിൽ നിന്നും മൂന്നാറിലേക്ക് പഠനയാത്രയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചപ്പോഴാണ് രോഗബാധ ശരീരത്തിൽ പ്രവേശിച്ചത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാവാം രോഗം വന്നതെന്നും കണക്കൂട്ടുന്നുണ്ട്. ഒപ്പം മലപ്പുറം സ്വദേശിയായ മറ്റൊരു 12 വയസ്സുകാരിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ രോഗബാധ കൂടിയാൽ പിന്നീട് ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഈ രോഗത്തിന് കൃത്യമായൊരു മരുന്ന് ഇനിയും ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട്. തലവേദന, ഛർദി, പനി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ, പ്രത്യേകിച്ചും മസ്തിഷ്ക ജ്വരത്തിന് സമാനമായ രോഗലക്ഷണങ്ങളാണ് പ്രകടമാക്കുന്നത്. ഈ രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സയാണ് നിലവിൽ ചെയ്തിരിക്കുന്നതായാലും കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. നാട്ടുകാരുടെ ആശങ്ക പരിഗണിച്ച് കുളം ക്ലോറിനേറ്റ് ചെയ്തതായും കുളം അടച്ചതായും രാമനാട്ടുകര നഗരസഭാ ചെയർപേഴ്സൺ ബുഷ്ര റഫീഖ് പറഞ്ഞു. നഗരസഭ ഈ കേസ് അറിഞ്ഞ ഉടനെ ഫസ്റ്റ് കേട്ട നമ്മൾ കുളത്തിൽ ക്ലോറിനേഷൻ ചെയ്തു. ഇനി ഒരു അറിയിപ്പ് വരുന്നത് വരെ കുളത്തിൽ കുളിക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് അടച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രദേശത്തുള്ളവർക്ക് ഒരു ആശങ്ക വന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പ്രാദേശിക കമ്മിറ്റി വിളിച്ച് നമ്മൾ അവിടെ ഉള്ളവരെ വിളിച്ചൊരു മീറ്റിംഗ് ഇന്നലെ നടത്തി. ഈ രോഗം പകരുമോ എന്നുള്ള സംശയമാണ്. അതിനടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഡോക്ടറെ വെച്ചിട്ടും ജയച്ചമ്മരെ വെച്ച് നമ്മൾ വലിയൊരു വിപുലമായിട്ടൊരു മീറ്റിംഗ് വിളിച്ച് അതിൽ ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, അതായത് പകരുന്നൊരു രോഗമല്ല, രോഗം സ്ഥിരീകരിച്ചെന്നാണ് പറയുന്നത്. കുട്ടി ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. കടൽക്ഷോഭത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് എറണാകുളം എടവനക്കാട് പഞ്ചായത്ത് പ്രതിനിധികൾ കളക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ക്യാബിനറ്റ് മന്ത്രിമാർ ചേർന്ന് തീരുമാനിച്ച ശേഷമേ തീരുമാനമെടുക്കൂ എന്ന നിലപാടിലാണ് കളക്ടർ. എടവനക്കാട് ഇന്ന് പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമായിരുന്നു. എടവനക്കാട് ജനകീയ സമരസമിതി പ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാമുമാണ് കളക്ടറുമായി ചർച്ച നടത്തിയത്. ക്യാബിനറ്റ് തീരുമാനത്തിന് ശേഷമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് കളക്ടർ പറഞ്ഞത്. അടുത്ത മാസം 1-ന് കളക്ടർ ഫിഷറീസ് മന്ത്രിയുമായി സംസാരിക്കാമെന്നറിയിച്ചതായി യോഗത്തിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം വകുപ്പ് മന്ത്രിയുമായി കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി നൽകാമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകുന്നേരം നമ്മൾ സമരം അവസാനിപ്പിച്ചത്. പക്ഷെ ഇന്ന് കൂടിയ മീറ്റിംഗ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നേരത്തെ ആവർത്തിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചു. ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള, അതായത് ഫണ്ട് വന്നിട്ടില്ല, പക്ഷെ അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തു പോയിട്ടുള്ള 55 കോടിയുടെ ടെട്രോ പാഡിന്റെ നിർമ്മാണം, അത് ുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിയമസഭാ തലത്തിൽ നിന്ന് ക്യാബിനറ്റ് മന്ത്രിമാർ കൂടി അതിൽ നിന്നും നടപടികൾ സ്വീകരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അദ്ദേഹം 1-ാം തീയതി പങ്കെടുക്കുന്ന മീറ്റിംഗിൽ എടവനക്കാട് പഞ്ചായത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കളക്ടറിൽ നിന്നും അനുകൂല നിലപാട് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഭാവി പരിപാടികൾ ആലോചിക്കാൻ ജനകീയ സമരസമിതി യോഗം ചേരും. ജനകീയ സമര മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ജനകീയ സമര മീറ്റിംഗിൽ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുക്കാൻ തന്നെയാണ് എല്ലാവരും തീരുമാനിച്ചേക്കുന്നത്. സമരം എപ്പോൾ തുടങ്ങും, എങ്ങനെ തുടങ്ങും, അത് ഈ ഹൈവേയിലേക്ക്, സംസ്ഥാന ഹൈവേയിലേക്ക് മാറ്റണം എന്നുള്ളതൊക്കെയാണ് തീരുമാനിക്കാനായിട്ട് ഇന്ന് വൈകിട്ട് കൂടാണ്ട്. കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണം. അവശ്യ സാധനങ്ങൾക്കൊഴികെയുള്ള വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. കുഴിപ്പിള്ളിയിൽ നിന്നും എടവനക്കാടേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അണിയിൽ കടപ്പുറം, പഴങ്ങാട്ട് കടപ്പുറം, ചാത്തങ്ങാട് കടപ്പുറം എന്നിവിടങ്ങളിലെ 150ഓളം വീടുകൾ കടലേറ്റ ഭീതിയിലാണ്. ന്യൂസ് 18 കൊച്ചി. കാലവർഷത്തെ തുടർന്നുണ്ടായ രൂക്ഷമായ കടലാക്രമണത്തിൽ കോഴിക്കോട് കാപ്പാട് തീരദേശപാത കടലെടുത്തു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുതുക്കിപ്പണിത ഭാഗമാണ് വീണ്ടും കടലെടുത്തത്. കടലാക്രമണം തടയുന്നതിനായി പ്രദേശത്ത് പുലിമുട്ട് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. 2 ദിവസമായി തുടരുന്ന രൂക്ഷമായ കടലാക്രമണത്തിലാണ് കൊയിലാണ്ടി കാപ്പാട് തീരദേശപാത തകർന്നത്. വഴിയുടെ 3 ഭാഗങ്ങളിലായി വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്.
റോഡിന്റെ സംരക്ഷണത്തിനായി തൂവപ്പാറയിൽ നിർമ്മിച്ച കടൽഭിത്തികളുടെ അടിഭാഗം പൂർണ്ണമായി കടലെടുത്തു. മഴ കനത്താൽ റോഡ് പൂർണ്ണമായി ഒലിച്ചുപോകുന്ന നിലയാണ്. കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും കൊയിലാണ്ടി ഹാർബറിലേക്കുമുള്ള പ്രധാന പാതയാണ് തകർന്നത്. അപകടാവസ്ഥയെ തുടർന്ന് വാഹന ഗതാഗതം തടഞ്ഞിരിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളടക്കം വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത്. 6 മാസം പോലെ ബ്ലോക്ക് ഇതേമാതിരി ഇപ്പം യാത്ര മണിക്ക് കിടക്കല്ലേ. അന്നേരം പക്ഷേ കോറി വേസ്റ്റ് ഇട്ട പ്രക്ഷോഭമൊക്കെ ആയിട്ട് കോറി വേസ്റ്റ് ഇട്ടു. അന്നേരം പറഞ്ഞു ഇത് അടുത്ത പുതിയ റോഡ് വരുന്ന പറഞ്ഞു. പുതിയ റോഡ് ഇപ്പോൾ വരുന്ന നാളെ വരുമോ ഇല്ലല്ലോ. അതാ പറയാം. അതിപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ പറയാം 9 ലക്ഷം റുപ്യ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഇത് ചെയ്യാൻ താൽക്കാലികമായിട്ട് ഇങ്ങനെ അടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അവരോട് നിങ്ങൾ ഈ പടിഞ്ഞാറ് ബ്ലോക്ക് ചെയ്യാതെ ഇങ്ങനെ കോറി വേസ്റ്റ് മാത്രം ഇട്ടുകൊണ്ട് അടുത്ത ജൂൺ ജൂലൈ വരുമ്പോൾ കടലെടുക്കൂലേ എന്ന് പറയാം. അതാ പറഞ്ഞാൽ അത് താൽക്കാലികമാണ്, പുതിയ റോഡ് വരുന്ന പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് തകർന്നതോടെ പുറംലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ് നാട്ടുകാർ. കുട്ടികളെ സ്കൂളിലയക്കാനും ആശുപത്രിയിൽ പോകാനുമൊക്കെ ചുറ്റിക്കറങ്ങണം. കൊയിലാണ്ടി ബൈപ്പാസിൽ ഗതാഗതക്കുരുക്ക് വരുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതും ഇതിലെയായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ ഹാർബറിൽ പോകണമെങ്കിൽ 3 മണിക്ക് എണീറ്റിട്ട് ഇവർ പോകണം. ഒരു വണ്ടിക്ക് പോകാൻ ഇവർക്ക് സാധിക്കണം. അതിനിപ്പം സാധിക്കുന്നില്ല. ഇപ്പം പോകണമെങ്കിൽ ചുറ്റി വളഞ്ഞ് ഹൈവേ കൂടി പോയിട്ട് അവിടെ ബ്ലോക്ക് പിടിക്കും. കടലിൽ ചെല്ലുമ്പോഴേക്കും അവിടെ മത്സ്യം ഉണ്ടാവില്ല. ഒരു കൂട്ടർക്ക് മത്സ്യം കിട്ടും, ഒരു കൂട്ടർക്ക് കിട്ടൂല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഇവിടെ വരുന്നത്. കടലാക്രമണത്തിൽ റോഡുകൾ തകരുന്നത് ഇവിടെ പതിവാണ്. 3 മാസം മുമ്പ് ഇതേ ഭാഗം ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. ഇവിടമാണ് വീണ്ടും തകർന്നിരിക്കുന്നത്. പുലിമുട്ട് നിർമ്മിച്ചാൽ മാത്രമേ റോഡിനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ എന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ തവണ റോഡ് തകർന്നപ്പോൾ മരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം സ്ഥലത്തെത്തി ഉറപ്പ് നൽകിയിട്ടും പാലിക്കപ്പെട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയും ആശങ്ക നിറഞ്ഞതായി. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയേറെയുള്ള പ്രദേശങ്ങളിലൊന്നാണ് ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡ്. മുൻവർഷങ്ങളിൽ മഴ കനത്ത സാഹചര്യങ്ങളിൽ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു. ഈ മഴക്കാലം ആരംഭിച്ച ശേഷവും ഗ്യാപ്പ് റോഡിൽ നേരിയ തോതിൽ മണ്ണിടിഞ്ഞിരുന്നു. മൂന്നാർ മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2017 ദേശീയപാത നിർമ്മാണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ 6 മലയിടിച്ചിലുകളാണ് ഗ്യാപ്പ് റോഡിൽ സംഭവിച്ചിട്ടുള്ളത്. 2023 ജൂലൈ 7-നാണ് അവസാനം ഗ്യാപ്പ് റോഡിൽ വലിയ മലയിടിച്ചിലുണ്ടായത്. 30 മീറ്റർ ഭാഗത്താണ് അന്ന് മലയിടിഞ്ഞത്. 2019 നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായ മലയിടിച്ചിലിൽ 2 തൊഴിലാളികളും ഒരു മണ്ണുമാന്തി യന്ത്രവും മണ്ണിനടിയിൽപ്പെട്ടിരുന്നു. അതിൽ ഒരാളുടെ മൃതദേഹം മാത്രമാണ് അന്ന് കണ്ടെത്തിയത്. 2019-ലും 2020-ലും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ഗ്യാപ്പ് റോഡിന് താഴ്ഭാഗത്ത് വലിയ കൃഷിനാശവും സംഭവിച്ചിരുന്നു. ന്യൂസ് 18 മൂന്നാർ. വർക്കല പാപനാശം ക്ലിഫുകളുടെ സംരക്ഷണം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി. പാപനാശം മുതൽ വെറ്റക്കാട് വരെ നീളുന്ന 7.5 കിലോമീറ്റർ ഭാഗത്ത് പലയിടത്തും കുന്നുകൾ ഇടിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നിയമം ലംഘിച്ചിട്ടുള്ള നിർമ്മാണങ്ങളും കുന്നിടിയാൻ കാരണമാണ്. സ്വാഭാവിക കുന്നുകൾ സംരക്ഷിക്കാൻ നടപടിയില്ലാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കടലിന് അഭിമുഖമായി കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന കുന്നുകൾ ഇപ്പോൾ പലയിടങ്ങളിലും അപകടകരമായ നിലയിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് റിസോർട്ടുകളും ഹോട്ടലുകളും മറ്റു വ്യാപാര കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. പലതും നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്നവയാണ്. വർഷങ്ങളായി കുന്നുകളുടെ പല ഭാഗങ്ങളും ഇടിയാൻ തുടങ്ങിയിട്ട്. ഈ മഴയിൽ കുന്നിന്റെ പല ഭാഗങ്ങളും അപകടാവസ്ഥയിലായി. ഗതാഗത നിരോധനവും ഏർപ്പെടുത്തി. പാപനാശം മുതൽ വെറ്റക്കട വരെ നീളുന്ന വിശാലമായ ബീച്ചാണ് വർക്കല ടൂറിസം കേന്ദ്രത്തിന്റെ പ്രധാന ആകർഷണം. വർക്കല ഫോർമേഷൻ എന്ന ഭൂമിശാസ്ത്ര ഘടന ഈ ഭാഗത്താണുള്ളത്. വൻതോതിൽ ലാറ്ററൈറ്റ് ഉൾപ്പെടെയുള്ള ധാതു നിക്ഷേപം ഈ കുന്നുകളിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കുന്നുകളിലെ ഉറവകൾക്ക് ഔഷധ ഗുണമുണ്ട് എന്നും പറയപ്പെടുന്നു. തിരുവമ്പാടി മുതൽ പാപനാശം ബലിമണ്ഡപം വരെയുള്ള ക്ലിഫിന്റെ മിക്ക ഭാഗങ്ങളും നിലംപൊത്തിക്കഴിഞ്ഞു. വിലക്ക് ലംഘിച്ചുള്ള നിർമ്മാണങ്ങൾ തുടരുന്നുമുണ്ട്. ഭാരം മുഴുവൻ ബലക്കുറവുള്ള മണ്ണിലേക്ക് വരുന്ന വിധമാണ് ക്ലിഫിൽ നിലവിലുള്ള നിർമ്മാണങ്ങളെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. ക്ലിഫ് സംരക്ഷിക്കാൻ നടപടിയെടുക്കും എന്ന് പ്രഖ്യാപിച്ചു മടങ്ങുകയാണ് അധികാരികൾ ചെയ്യുന്നത്. ന്യൂസ് 18 വർക്കല. ഇടവേള.
വാർത്തകൾ തുടരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ സർക്കാരിനെതിരെ ശക്തമായ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ലോക്സഭയും രാജ്യസഭയും ആരംഭിച്ചപ്പോൾ തന്നെ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. രാജ്യത്തെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണെന്നും പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രി നീറ്റ് വിവാദത്തിൽ മറുപടി പറയണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. हिंदुस्तान के जो स्टूडेंट्स हैं उनको हम जॉइंट मैसेज देना चाहते थे। हाँ दें, आप सुनिए जॉइंट मैसेज देना चाहते थे ऑपोजिशन और सरकार के साइड से कि इस मुद्दे को हम जरूरी मानते हैं और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें। ठीक है, आप डेडिकेटेड डिस्कशन। अब बात यह है कि दो फोर्सेस हैं, एक तरफ പ്രതിപക്ഷ നീക്കത്തെ ഭരണപക്ഷം എതിർത്തു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയാണെന്നും ഇപ്പോൾ നീറ്റ് വിഷയത്തിൽ ചർച്ച നടത്താനാകില്ലെന്നും സ്പീക്കർ നിലപാട് വ്യക്തമാക്കി. തുടർന്ന് പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, DMK എംപിമാർ സഭയുടെ നടുത്തളത്തിലിറങ്ങിയതോടെ കലുഷിതമായി. തുടർന്ന് ഇരുസഭകളും 12 മണിവരെ നിർത്തിവെച്ചു. राष्ट्रपति अभिभाषण के बीच में कभी स्थगन प्रस्तावों को नहीं लिया जाता। सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है. സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ പ്രതിപക്ഷം ഇതേ ആവശ്യം തന്നെ ഉയർത്തിയതോടെ ജൂലൈ 1 വരെ പിരിഞ്ഞു. राष्ट्रपति अभिभाषण में पूरे मुद्दे पर कहिए, आप राष्ट्रपति अभिभाषण पर चर्चा नहीं करना चाहते, आप मुद्दों पर बात नहीं करना चाहते, नीट के मुद्दों पर राष्ट्रपति भाषण पर चर्चा नहीं करना चाहते, देशीय मुद्दों पर चर्चा नहीं करना चाहते. രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ച ആരംഭിച്ചെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ സഭ പിരിയുന്നതായി ചെയർമാൻ ജഗ്ദീപ് ധൻകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് ആശ്വാസം. ഭൂമി കുംഭകോണ കേസിൽ ഝാർഖണ്ഡ് ഹൈക്കോടതി സോറന് ജാമ്യം അനുവദിച്ചു. കേസിൽ സോറൻ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനല്ലെന്നും കോടതി വിലയിരുത്തി. ഝാർഖണ്ഡ് മുക്തി മോർച്ച നേതാവ് സോറനെ ജനുവരി 31-നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത്. റാഞ്ചിയിൽ 8.86 ഏക്കർ ഭൂമി സോറൻ വ്യാജരേഖകളുണ്ടാക്കി സ്വന്തമാക്കിയെന്നായിരുന്നു കേസ്. നേരത്തെ റാഞ്ചി സ്പെഷ്യൽ കോടതി സോറന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തമിഴ്നാട്ടിൽ നല്ല നേതാക്കളില്ലെന്ന് നടൻ വിജയ്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ പല മേഖലയിലും നല്ല നേതാക്കളില്ല. നന്നായി പഠിക്കുന്നവരും രാഷ്ട്രീയത്തിൽ വരണം. നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, കൃത്യമായി നിരീക്ഷിക്കണം. അപ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിലെ തെറ്റും ശരിയും തിരിച്ചറിയാനാവുകയെന്നും താരം പറയുന്നു. 10-12 ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കാൻ വിജയ് ചെന്നൈയിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു താരം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ஒரு சந்தர்ப்பத்தில் நான் என்னுடைய ஒரு சின்னதாக ஒரு கெரியர் கைடன்ஸ் உங்ககிட்ட ஷேர் பண்ணணும்னு ஆசைப்படுறேங்க. பொதுவாக நம்ம ஒரு துறையை தேர்ந்தெடுக்கும் போது அதில் எவ்வளோ டிமாண்ட் இருக்குது அப்படின்றத நம்ம பார்ப்போம் இல்லையா. ஃபார் எக்ஸாம்பிள் மருத்துவம், பொறியியல் மட்டும்தான் நல்ல ஃபீல்டுன்னு சொல்ல முடியாது. இன்னும் சொல்லப்போனால் நம்ம தமிழ்நாட்டில் உலகத்தரத்தில் டாக்டர்ஸ், இன்ஜினியர்ஸ், லாயர்ஸ்லாம் அதிகமாகவே இருக்காங்க. இங்கே நம்மக்கிட்ட என்ன இல்லை அப்படின்னா, இங்கே நமக்கு எது இன்னும் அதிகமாக தேவைப்படுது அப்படின்னா நல்ல தலைவர்கள். நான் தலைவர்கள்னு சொன்னது வெறும் அரசியல் ரீதியாக மட்டும் சொல்லலை. இப்போ நீங்கள் ஒரு துறைக்கு போறீங்க, அதில் நீங்கள் சிறந்து விளங்குனீங்கன்னா அந்த ஒரு தலைமை இடத்துக்கு உங்களால் ஈஸியாக வர முடியும். அதைத்தான் நான் சொன்னேன், இன்னும் நமக்கு நிறைய தலைவர்கள் தேவைப்படுறாங்க அப்படின்ட்டு. அரசியலும் ஏன் ஒரு கெரியர் ஆப்ஷனாக வரக்கூடாது, அப்படி வரணுன்றது என்னுடைய விருப்பம். நல்லா படிச்சவங்க அரசியலுக்கு வரணுமா வேண்டாமா? உங்களை தான் கேட்கிறேன். நல்லா படிச்சவங்க அரசியலுக்கு வரணுமா வேண்டாமா? நல்லா படிச்சவங்க தலைவர்களாக வரணுமா வேண்டாமா? ஓகே, ஆர்வம் எனக்கு புரியுது. பட் இப்போதைக்கு படிங்க, மீதி எல்லாம் அப்புறம் பார்த்துக்கலாம். വിമാനത്തിൽ ബോംബ് ഭീഷണി. തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലെത്തിയ വിസ്താരയുടെ വിമാനത്തിലാണ് ബോംബ് ഭീഷണി. ലാൻഡിംഗിന് ശേഷം യാത്രക്കാരെ പുറത്തിറക്കിയ ശേഷം വിമാനത്തിനുള്ളിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. സുവി വിശ്വനാഥ് ഉണ്ട് വിവരങ്ങളുമായി. സുവി, ആശങ്കപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ?
രേണുക, ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ബോംബ് ഭീഷണിയുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് പരിശോധനകൾ CISF നടത്തുന്നു. ഓരോ യാത്രക്കാരനെയും പരിശോധിക്കുന്നു. യാത്രക്കാരന്റെ ബാഗേജുകളും പരിശോധിക്കുകയാണ്. വിമാനത്തിനകത്തും പുറത്തുമെല്ലാം പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12:35 കൂടിയാണ് വിസ്താരയുടെ വിമാനം തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്കുള്ള വിമാനം യാത്ര പുറപ്പെട്ടത്. അതിനുശേഷമാണ് ഈ യാത്രക്കാർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട അതായത് വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നൊരു കുറിപ്പടി സന്ദേശം ലഭിക്കുന്നത്. ഈ സന്ദേശം കിട്ടിയ ഉടൻ തന്നെ യാത്രക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് മുംബൈയിലെ ഒരു എമർജൻസി ലാൻഡിംഗ് നടത്തുകയായിരുന്നു. ആളൊഴിഞ്ഞ ഭാഗത്താണ് വിമാനം ഇറക്കിയത്. അതിനുശേഷം യാത്രക്കാരെ എല്ലാം തന്നെ പുറത്തേക്ക് എത്തിച്ചു. ആ പുറത്തേക്ക് എത്തിച്ച യാത്രക്കാരെ പരിശോധിക്കുന്നുണ്ട്, അവരുടെ ബാഗേജുകൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിമാനത്തിനുള്ളിൽ വിമാനത്തിനകവും പുറവും പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബ് വെച്ചിട്ടില്ല എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആശങ്കയുടെ മണിക്കൂറുകൾ കൂടെ തന്നെ കടന്നു പോവുകയാണ്. ഇത് വ്യാജ ബോംബ് ഭീഷണിയാണോ എന്നതും വ്യക്തമല്ല. ഏതായാലും പരിശോധനകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി മലയാളികളാണ് ഈ ഫ്ലൈറ്റിൽ മുംബൈയിലേക്ക് എത്തിയിരിക്കുന്നത്. അവരെ എല്ലാം തന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മുംബൈ വിമാനത്താവളം എന്ന് പറയുന്നത് ഏറെ തിരക്കുള്ള ഒരു വിമാനത്താവളമാണ്. നിരവധി കണക്ഷൻ ഫ്ലൈറ്റുകളാണ് ഇതുവഴി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് ഈ വിമാനം ലാൻഡ് ചെയ്യിക്കുക എന്നതുപോലും ഏറെ ദുഷ്കരമായിരുന്നു. അതേ രീതിയിലാണ് ഇപ്പോൾ എമർജൻസി ലാൻഡിംഗ് നടത്തിയിരിക്കുന്നത്. ആ എമർജൻസി ലാൻഡിംഗ് നടത്തി ഇപ്പോൾ CIS ഉദ്യോഗസ്ഥർ ഈ വിമാനത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രേണുക. ശരി, സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. ആശങ്ക ഒഴിഞ്ഞിട്ടില്ല, പരിശോധന തുടരുകയാണ്. ഇടവേള. അനുമതി നൽകിയില്ല. ISRO ഗൂഢാലോചന കേസിൽ സിബി മാത്യൂസ് അടക്കം പ്രതികൾ തെളിവ് നശിപ്പിക്കാനും സ്ത്രീത്വത്തെ അപമാനിക്കാനും ഗൂഢാലോചന നടത്തിയെന്ന് കണ്ടെത്തൽ. തിരുവനന്തപുരം CJM കോടതിയിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് കണ്ടെത്തൽ. കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കലും തടഞ്ഞുവയ്ക്കൽ കുറ്റവും പ്രതികൾ ചെയ്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഗൂഢാലോചന നടത്തിയത് ജാമ്യമില്ലാ കുറ്റമാണ്. ക്രയോജനിക് സാങ്കേതിക വിദ്യ തകർക്കാൻ പ്രതികൾ വിദേശ ശക്തികളുമായി ഗൂഢാലോചന നടത്തി എന്നായിരുന്നു FIR. ഈ ആരോപണം കുറ്റപത്രത്തിൽ ഇല്ല. VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, കുറ്റപത്രത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കുറ്റപത്രം കോടതി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിലാണ് കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. സിബി മാത്യൂസ് അടക്കമുള്ള പ്രതികൾ തെളിവ് നശിപ്പിക്കാനും സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കലും തടഞ്ഞുവെക്കൽ കുറ്റവും പ്രതികൾ ചെയ്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഗൂഢാലോചന നടത്തിയത് ജാമ്യമില്ലാ കുറ്റമാണ്. അതായത് സിബി മാത്യൂസ് അടക്കമുള്ളവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്നത്. ക്രയോജനിക് സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെ ക്രയോജനിക് സാങ്കേതിക വിദ്യ തകർക്കാൻ പ്രതികൾ വിദേശശക്തികളുമായി ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു നേരത്തെ ISRO ചാരക്കേസിലെ പ്രധാനപ്പെട്ട ആരോപണവും കുറ്റവും. പക്ഷേ ഈ കുറ്റപത്രത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ അത്തരമൊരു ആരോപണം ഇല്ല. ഈ കുറ്റപത്രം കോടതി ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മണ്ണന്തലയിൽ 3 വയസ്സുകാരനോട് കൊടും ക്രൂരത. രണ്ടാനച്ഛൻ തിളച്ച ചായ ഒഴിച്ച് ദേഹമാസകലം പൊള്ളിച്ചുവെന്നാണ് പരാതി. കുട്ടി ഗുരുതര പരിക്കുകളോടെ SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭാര്യയുടെ രണ്ടാനച്ഛൻ മദ്യപിച്ചെത്തി തുടർച്ചയായി കുഞ്ഞിനെ മർദ്ദിച്ചിരുന്നുവെന്നും ചൂട് ചായ ദേഹത്തൊഴിച്ച സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്നും കുഞ്ഞിന്റെ അച്ഛൻ ന്യൂസ് 18നോട് പറഞ്ഞു. തന്റെ ഭാര്യയോടും അയാൾ ക്രൂരത കാണിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അമ്മയുടെ രണ്ടാനച്ഛന്റെ ക്രൂരതയ്ക്കിരയായി ഗുരുതരമായി പരിക്കേറ്റ് ചൂട് ചായ നെഞ്ചത്ത് ഒഴിച്ചതിനെ തുടർന്ന് SAT ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന 3 വയസ്സുകാരൻ്റെ അച്ഛൻ അഭിജിത്ത് ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് ഞങ്ങൾ സ്ഥലത്തില്ലായിരുന്നു, ഞാനും എൻ്റെ ഭാര്യ സ്ഥലത്തില്ലായിരുന്നു. വൈഫ് ബാംഗ്ലൂർ അവിടെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു മാസത്തേക്ക് കുഞ്ഞിനെ വൈഫിൻ്റെ അമ്മയുടെ കയ്യിൽ നോക്കാൻ ഏൽപ്പിച്ചതാണ്. അപ്പോൾ വൈഫിൻ്റെ അമ്മയുടെ കൂടെ ആയിരുന്നു കുഞ്ഞ് നിന്നിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 24-ാം തീയതി
രാത്രി ഒരു 7 മണിയോടുകൂടി വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിന് ദേഹത്ത് ചൂടുവെള്ളം എന്തോ വീണു, പെരുകട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എടുക്കാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിലെ SIT വിട്ടിരിക്കുന്നു പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ദേഹം മൊത്തം ഒരു സൈഡ് ഫുള്ള് മൊത്തം പൊള്ളിയ നിലയിലാണ്. അപ്പോൾ കൊച്ചെന്നെ കണ്ട് ഉടനെ കരഞ്ഞുകൊണ്ട് അച്ഛാന്നും പറഞ്ഞ് വിളിച്ച് എനിക്ക് വയ്യ, പൊള്ളി, എങ്ങനെ എന്ത് പറ്റി മക്കളെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അപ്പാപ്പയും ചൂട് ചായ ഒഴിച്ചു തന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് ചോദിച്ച് തീരുന്നതിന് മുന്നേ വൈഫിൻ്റെ അമ്മ കൊച്ചിനോട് ദേഷ്യത്തിൽ ചോദിക്കുന്നു എപ്പോഴതിൻ്റെ ദേഹത്ത് ഒഴിച്ചെന്ന് കൊച്ചിനോട് ദേഷ്യപ്പെടുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെ ഡോക്ടർമാർ നഴ്സുമാരൊക്കെ പുറത്ത് നിൽക്കാൻ പറഞ്ഞു. കൊച്ചിനെ വാർഡിലോട്ട് അങ്ങ് മാറ്റിയതിന് ശേഷം ഞങ്ങൾ പോയി ചോദിച്ചതിന് ശേഷം കൊച്ചൊന്നും പറയുന്നില്ല. കൊച്ചിനെ പറഞ്ഞ് പേടിപ്പിച്ച് വന്നപ്പോൾ കൊച്ചു നല്ല പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ദേഹത്ത് വെള്ളം വീണല്ല, അപ്പാപ്പ ചൂട് ചായ ഒഴിച്ചതാണെന്ന് പറഞ്ഞു. അത് എന്താണ് കാരണം? അത് കൊച്ച് അങ്കമാടി പോകുന്നുണ്ട്. അപ്പോൾ അങ്കമാടി ഇട്ട് വരുന്നതാണ്. കൊച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ സ്ഥിരം ഒരു മദ്യപാനിയാണ്. ആ ഡെയിലി വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. കൊച്ചു അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല ഇയാൾക്ക്. ഇയാൾ ഇതിന് മുന്നേ എൻ്റെ അടുത്ത് ഇയാളുടെ അമ്മയെ ഇയാളൊക്കെ വിളിച്ച് കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും അടുത്തല്ലല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ചാല പൂക്കടയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഈ പുള്ളിക്കാരെ സ്ഥിരം കൊച്ചിന് ഉപദ്രവം ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പിന്നീടാണ് അറിഞ്ഞത്. കൊച്ചി ഞങ്ങളെ കണ്ടതിന് ശേഷമാണ് കൊച്ചി ഞങ്ങളോട് കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ സ്റ്റേഷനിൽ നിന്നൊക്കെ സാറുമാർ വന്ന് കൊച്ചിൻ്റെ മൊഴിയൊക്കെ എടുത്തു. അവരോട് കൊച്ചി കാര്യം പറഞ്ഞു, എൻ്റെ ദേഹത്ത് ചായ ഒഴിച്ചു തന്നു സാറേ എന്നൊക്കെ അവർക്ക് മൊഴിയൊക്കെ കൊടുത്തു. ഇവിടെ ചൈൽഡ് ലൈനിലൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരെ ഇതിന് മുന്നേ ഇതുപോലെ തന്നെ എൻ്റെ വൈഫിനോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയും അമ്മയുടെ കൂടെ 2 ദിവസം എൻ്റെ വൈഫ് നിൽക്കാൻ പോയ സമയത്ത് അവിടുന്ന് വീട്ടിൽ നിന്ന് രാത്രി അടിച്ചിറക്കുകയും വൈഫിനെ ഉപദ്രവിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരെ. ചികിത്സ എങ്ങനെയുണ്ട്? കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? കുഞ്ഞിന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. മുറിവ് നല്ല പോലെ ഉണ്ട്. എന്തായാലും ആ 3 വയസ്സുകാരനോടാണ് മദ്യപിച്ചെത്തിയ കുഞ്ഞിൻ്റെ അമ്മയുടെ രണ്ടാനച്ഛൻ ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചത് എന്നതാണ് ഞെട്ടിക്കുന്ന വാർത്ത. കളിയിക്കാവിള കൊലപാതകത്തിൽ ഒരാൾക്ക് കൂടി പങ്കെന്ന പോലീസ്. തിരുവനന്തപുരം നേമം സ്വദേശി പ്രേമചന്ദ്രനാണ് പോലീസിന്റെ പിടിയിലുള്ളത്. പ്രധാന പ്രതി അമ്പിളി, ഗൂഢാലോചനയിൽ പങ്കെടുത്ത സുനിൽ എന്നിവർക്ക് പുറമെ കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പ്രേമചന്ദ്രനും പങ്കുണ്ടെന്ന് പോലീസ് കരുതുന്നു. ഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിൽ പ്രേമചന്ദ്രനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അമ്പിളിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് ഉടൻ കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം സമർപ്പിക്കും. വൈകാതെ സുനിലും പിടിയിലാകുമെന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. പണത്തിനു വേണ്ടിയാണ് കൊലപാതകമെന്ന് അമ്പിളി കുറ്റസമ്മതം നടത്തിയിരുന്നു. ക്വാറിയുടമയായ ദീപുവിനെ കളിയിക്കാവിളയിലാണ് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. പാറശാലയിലെ സർജിക്കൽ സ്ഥാപനത്തിനെതിരെ കേസ് എടുത്തു. ഒളിവിൽ പോയ 2ാം പ്രതി സുനിൽകുമാറിന്റേതാണ് ബ്രദേഴ്സ് സർജിക്കൽസ്. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ സിനിമാ ഷൂട്ടിംഗിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. അനുമതി നൽകിയവർ 7 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ, അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം വ്യാഴാഴ്ച രാത്രിയാണ് രോഗികളെ വലച്ച് ചിത്രീകരണം നടത്തിയത്. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയാണ് ഇവിടെ ചിത്രീകരിച്ചത്. രാത്രി 9 മണിയോടെ ആരംഭിച്ച ചിത്രീകരണം പുലർച്ചെ വരെ നീണ്ടുനിന്നു. അത്യാഹിത വിഭാഗത്തിലെ ലൈറ്റുകൾ മറച്ചും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുമായിരുന്നു ചിത്രീകരണം. അഭിനേതാക്കൾ ഉൾപ്പെടെ 50ഓളം പേർ അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നു. അത്യാസന്ന നിലയിലുള്ള രോഗിയുമായി എത്തിയ ആൾക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുവാനും കഴിഞ്ഞില്ല. പ്രധാന കവാടത്തിലൂടെ ആരെയും കടത്തിവിട്ടതുമില്ല. ഞാനൊരു രോഗിനെ കൊണ്ട് അത്യാസന്ന നിലയിൽപ്പെട്ട ഒരു രോഗിനെ കൊണ്ട് അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ കാണാൻ സാധിച്ചു ജനക്കൂട്ടമാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ എന്തോ അത്യാഹിതം സംബന്ധിച്ച ആൾക്കാർ കൂടിയേക്കുന്നതാണ്. പിന്നീടാണ് മനസ്സിലായത് അവിടെ ഒരു സിനിമാ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത LFലോ അപ്പോളോ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷങ്ങളും 10,000ങ്ങളും കെട്ടിവെക്കേണ്ടി വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഓടിച്ചെല്ലുന്നത് നമ്മുടെ അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടുത്തെ കാഷ്വാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് അവിടേക്കുള്ള പ്രധാന കവാടം അത് കയറിട്ട് കെട്ടി 2 സെക്യൂരിറ്റിമാരെ നിർത്തിക്കൊണ്ട് സിനിമാ ഷൂട്ടിങ്. നമ്മളിവിടെ ഉള്ളൊരു കലയ്ക്കോ ഒരു സിനിമയ്ക്കോ സിനിമക്കാർക്കോ ഒന്നും എതിരല്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇതിനൊക്കെ അനുമതി കൊടുക്കുന്ന ആളുകളാരാണ്? ഒന്നില്ലെങ്കിൽ ഇതിൽ അഭിനയിക്കുന്ന കലാകാരന്മാർക്കൊരു ബോധം വേണ്ടേ? ഈ അടുത്തിടയ്ക്ക് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ പടം നമ്മൾ കണ്ടു. അതിൽ ഗുണാക്കേവ് അതുവരെ ഉണ്ടാക്കി സൃഷ്ടിച്ച് നമ്മൾ ഞെട്ടിച്ച കലാകാരന്മാരുള്ള കേരളത്തിലെ ഈ സിനിമാ ലോകത്തിന്
ഒരു സെറ്റിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ലേ? ചിത്രീകരണ സമയത്ത് നിശബ്ദത പാലിക്കാൻ അണിയറ പ്രവർത്തകർ രോഗികളോടും കൂട്ടിയിരിപ്പുകാരോടും നിർദ്ദേശിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. അതേസമയം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഷൂട്ടിന് അനുമതി നൽകിയതെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ന്യൂസ് 18നോട് പറഞ്ഞു. പൂർണ്ണമായി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയ സംഭവമാണ്. ഇതിനകത്ത് വേറെ ഇപ്പൊ തൽക്കാലം ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് അറിവായിട്ടില്ല കേട്ടോ. എല്ലാ മാനദണ്ഡങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. വേറെ പരാതി ഒന്നും വന്നിട്ടില്ല? വേറെ ഇതുവരെ ഒരു പരാതി വന്നിട്ടില്ല. ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. അത് ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷെ പരാതി നമുക്ക് നോട്ടീസ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ. സിനിമ ചിത്രീകരിക്കാൻ അനുമതി നൽകിയവർ 7 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ, അങ്കമാലി താലൂക്ക് സൂപ്രണ്ട് എന്നിവർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. മാസപ്പടി കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് ഇഡി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കിന് കരിമണൽ കമ്പനിയായ CMRL നൽകിയ പണത്തിന്റെ സ്രോതസ് കണ്ടെത്തേണ്ടതുണ്ട്. CMRLന്റെ കണക്കുകൾ പലതും കൃത്രിമമാണ്. മാസപ്പടി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL കമ്പനി ജീവനക്കാർ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. CN പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. പ്രകാശ് ഞങ്ങളുടെ നിയമകാര്യ ലേഖകനാണ്. പ്രകാശ്, ഈ ഇഡി കൂടുതൽ കേസ് മുറുക്കുകയാണോ? ഇന്ന് നൽകിയിരിക്കുന്ന വിശദീകരണങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ കേസിന്റെ ഗൗരവത്തെ പറ്റി എന്തൊക്കെയാണ് ഇഡി കോടതിയെ അറിയിച്ചിരിക്കുന്നത്? ഈ മാസപ്പടി കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടാണ് CMRL ജീവനക്കാരും ഒപ്പം തന്നെ അതിന്റെ MDയും ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയാണ് ഇന്ന് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വാദം കേട്ടത്. ഇഡി സമയത്ത് ചോദ്യം ചെയ്തതിനും CMRL MD ശശിധരൻ കർത്തയും ഉദ്യോഗസ്ഥരും നൽകിയ ഹർജികളായിരുന്നു ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത്. ഇതിലാണ് ഇന്ന് ഇഡിയുടെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത്. ഇഡി മാസപ്പടി കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്ന് തന്നെയാണ് ഇഡി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കിന് കരിമണൽ കമ്പനിയായ CMRL നൽകിയ പണത്തിന്റെ സ്രോതസ് കണ്ടെത്തേണ്ടതുണ്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി എന്നും ഇഡി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നും പേരുകൾ വെളിപ്പെടുത്താനാവില്ലെന്നും എൻഫോഴ്സ്മെന്റും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ശരി, CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. ജ്ഞാനായ യാക്കോബായ സഭയിലെ അധികാര തർക്കത്തിൽ സമുദായ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള തീരുമാനത്തിന് സ്റ്റേ. കോട്ടയം മുനിസിപ്പൽ കോടതിയാണ് ഔദ്യോഗിക ഭാരവാഹികളുടെ തീരുമാനം സ്റ്റേ ചെയ്തത്. അന്തിമ വിധി വരുന്നതുവരെയാണ് സ്റ്റേ. നേരത്തെ ഹൈക്കോടതി മുനിസിപ്പൽ കോടതി ഉത്തരവ് വരുന്നതുവരെ നടപടികൾ സ്റ്റേ ചെയ്തിരുന്നു. അന്തോഖ്യ പാത്രിയാർക്കീസിന്റെ ഭരണപരമായ അധികാരങ്ങൾ അടക്കം നീക്കം ചെയ്യാനായിരുന്നു ഔദ്യോഗിക വിഭാഗം തീരുമാനമെടുത്തത്. ഇതിനെതിരെ സഹായ മെത്രാൻമാർ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. നേരത്തെ സമുദായ മെത്രാപ്പൊലിത്തയെ സസ്പെൻഡ് ചെയ്തുള്ള പാത്രിയാർക്കീസ് ബാവയുടെ ഉത്തരവും കോടതി സ്റ്റേ ചെയ്തിരുന്നു. തിരക്കഥാകൃത്തും സംവിധായകനുമായ ലോഹിതദാസ് ഓർമ്മയായിട്ട് 15 വർഷം. ലോഹിയുടെ ഓർമ്മകൾ ഇപ്പോഴും തളം കെട്ടിക്കിടക്കുന്നുണ്ട് പാലക്കാട് ലക്കിടിയിലെ അമരാവതി വീട്ടിൽ. പ്രിയതമന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട്ടിൽ സിന്ധു ഇപ്പോൾ തനിച്ചാണ്. ലോഹി എന്ന വൻകരയിൽ സിന്ധു ഇപ്പോഴും ശാന്തമായി ഒഴുകുന്നുണ്ട്. ആദ്യ നാടകത്തിൽ നിന്ന് പ്രിയതമയിലേക്ക് ലോഹിയെ വഴി നടത്തിയ സിന്ധുവിനിപ്പോൾ കൂട്ട് അമരാവതിയിലെ നിശബ്ദതയാണ്. വള്ളുവനാടിന്റെ മുഴുവൻ സൗന്ദര്യവും ആവാഹിച്ച ലക്കിടിയിലെ അമരാവതി വീട്ടിലിപ്പോൾ കഴിഞ്ഞ 15 വർഷമായി കഥകൾ ഉറക്കമാണ്. ലോഹിയുടെ സർഗാത്മകമായ ജീവിത പരിസരത്തിന് ചന്തം ചാർത്തിയ എത്രയോ കഥകൾ അഭ്രപാളിയെ അനശ്വരമാക്കിയതിന്റെ കാലത്തിലേക്ക് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ട് സിന്ധു. കൈവിട്ടുപോകുന്ന മനസ്സിന്റെ കടിഞ്ഞാണഴിഞ്ഞ് പലപ്പോഴും കാതങ്ങൾ താണ്ടും, തനിയാവർത്തനത്തിലെ ബാലൻ മാഷെ പോലെ. ആദ്യ സമാഗമം തൊട്ടുള്ള പ്രണയസുരഭിലമായ ഭൂതകാലമാണ് സിന്ധുവിന്റെ മനസ്സിന്റെ വിഹ്വലതകൾ. പറമ്പിന്റെ തെക്കേ മൂലയിൽ ലോഹി നിശബ്ദമായി ഉറങ്ങുന്നുണ്ട്. പ്രിയതമന്റെ ഓർമ്മകളെ നിദ്ര കവരാതെ ചേർത്തുപിടിച്ച് സിന്ധു അമരാവതിയുടെ ഭൂമുഖത്തിരിക്കുന്നു. നമ്മൾക്ക് മോശമെന്ന് തോന്നുന്ന, വേണ്ട എന്ന് തോന്നുന്ന ഒരു 19 വയസ്സുകാരിയോടുള്ള സമീപനം, അത് വളരെ എന്താ പറയുക, വൃത്തിയും മഹത്വവും ഉള്ളതായിരുന്നു.
അതുകൊണ്ടാണ് എന്നാ പിന്നെ അല്ല പോകലൊന്നുമല്ല, കല്യാണമൊക്കെ നടന്നു, കല്യാണ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ. അല്ല അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വാശിയുള്ള ആളല്ല, ഒന്നിനും വാശി പിടിക്കില്ല, വീട്ടിലാരോടും വഴക്കടിക്കില്ല. പക്ഷെ ഒന്ന് മാത്രം എന്താ പറയുക, വിവാഹം ഉണ്ടെങ്കിൽ ഇയാളെ മാത്രമേ കിട്ടൂ. അതെന്താ, കുട്ടിക്കാലത്ത് എനിക്കൊരു കലാകാരന്മാരോട് ഒരു ഇഷ്ടമായിരുന്നു. സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്ന ആദ്യ നാടകം മുതൽ തീക്ഷ്ണമായ ജീവിതാവസ്ഥകളായിരുന്നു ലോഹിയുടെ കഥക്കൂട്ടുകൾ. വികാരതീവ്രമായ ജീവിത യാഥാർത്ഥ്യങ്ങളോട് സമരസപ്പെടാനാവാത്ത മനുഷ്യരുടെ കനൽ വഴികളിലായിരുന്നു ലോഹി. സിന്ധുവും നിളയും പാടങ്ങളുമെല്ലാം കഥയിലും കഥാപാത്രങ്ങളിലും നിറഞ്ഞു നിന്ന കാലത്തിലേക്കുള്ള കലാകാരന്റെ അബദ്ധസഞ്ചാരം. പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ യാത്ര മുറിഞ്ഞുപോയി. തുന്നിച്ചേർക്കാനാവാത്ത പൂർവ്വജന്മ ബന്ധങ്ങളിൽ സിന്ധുവും നിളയും വള്ളുവനാടൻ പാടങ്ങളും ലോഹിയുടെ ഓർമ്മകൾക്കൊപ്പം ഇപ്പോഴും സഞ്ചരിക്കുന്നു. പറഞ്ഞതിനേക്കാൾ പറയാനേറെ ബാക്കി വെച്ചായിരുന്നു ആ അതുല്യ പ്രതിഭയുടെ മടക്കം. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. 2020 ലോകകപ്പിൽ നാളെ ഫൈനൽ പോരാട്ടം. ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളി. രാത്രി 8 മണിക്ക് ബ്രിഡ്ജ് ടൗണിലെ ബാർബഡോസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമിയിൽ ഇംഗ്ലണ്ടിനെ 68 റൺസിന് ആധികാരികമായി തകർത്താണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസ് എടുത്തപ്പോൾ ഇംഗ്ലണ്ട് 16.4 ഓവറിൽ 103 റൺസിന് ഓൾ ഔട്ടായി. 3 വിക്കറ്റ് വീതം വീഴ്ത്തിയ അക്സർ പട്ടേലും കുൽദീപ് യാദവുമാണ് ഇംഗ്ലണ്ടിനെ തകർത്തത്. അക്സർ പട്ടേലാണ് മാൻ ഓഫ് ദ മാച്ച്. സൂര്യകുമാർ യാദവ് 47 റൺസ് എടുത്തു. 25 റൺസുമായി ഹാരി ബ്രൂക്കാണ് ഇംഗ്ലീഷ് ബാറ്റർമാരിലെ ടോപ്പ് സ്കോറർ. ഇംഗ്ലണ്ടിന്റെ 7 ബാറ്റർമാർ 2 അക്കം കാണാതെ പുറത്തായി. 3-ാം തവണയാണ് ഇന്ത്യ ഫൈനലിലെത്തുന്നത്. 2007 പാകിസ്ഥാനെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായപ്പോൾ 2014 ശ്രീലങ്കയോട് ഫൈനലിൽ തോറ്റു. ഉപഭോക്താക്കൾക്കായി പരിധിയില്ലാത്ത സേവനങ്ങൾ നൽകുന്ന പുതിയ പ്ലാനുകൾ അവതരിപ്പിച്ച ജിയോ. പ്രതിദിനം 2 GB-യും അതിനു മുകളിലും ഡാറ്റയുള്ള പ്ലാനുകളിലാണ് അൺലിമിറ്റഡ് 5G ഡാറ്റ ലഭ്യമാവുക. ജൂലൈ 3 മുതൽ പുതിയ പ്ലാനുകൾ ലഭ്യമായി തുടങ്ങും. 5G, AI സാങ്കേതികവിദ്യ എന്നിവയിലെ നിക്ഷേപത്തിലൂടെ രാജ്യത്ത് സുസ്ഥിരമായ ടെലികോം വ്യവസായം കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യമെന്ന് റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡ് ചെയർമാൻ ആകാശ് അംബാനി പറഞ്ഞു. ജിയോ സേഫ്, ജിയോ ട്രാൻസ്ലേറ്റ് എന്നിങ്ങനെ 2 പുതിയ സേവനങ്ങളും ജിയോ അവതരിപ്പിച്ചു. കോൾ, മെസ്സേജിംഗ്, ഫയൽ ട്രാൻസ്ഫർ തുടങ്ങിയ നിരവധി സേവനങ്ങൾ നൽകുന്ന ക്വാണ്ടം സുരക്ഷിത കമ്മ്യൂണിക്കേഷൻ ആപ്പാണ് ജിയോ സേഫ്. പ്രതിമാസം 199 രൂപയാണ് സേവന നിരക്ക്. AI അധിഷ്ഠിത ബഹുഭാഷാ കമ്മ്യൂണിക്കേഷൻ ആപ്പാണ് ജിയോ ട്രാൻസ്ലേറ്റ്. ഇതുപയോഗിച്ച് വോയിസ് കോളുകളും വോയിസ് മെസ്സേജുകളും എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാം. 99 രൂപ പ്രതിമാസ നിരക്കിലാണ് ഇത് ലഭ്യമാവുക. എന്നാൽ 1 വർഷത്തേക്ക് ഈ 2 ആപ്പുകളും ജിയോ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി നൽകും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6595 രൂപ, പവന് 52,760 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5505 രൂപ, പവന് 44,040 രൂപ. വെള്ളി ഗ്രാമിന് 93 രൂപ, കിലോയ്ക്ക് 93,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. നമസ്കാരം.